ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടുപ്പിലോട്ടൊരു പാൻ വെച്ച് അത് നല്ലപോലെ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കോക്കനട്ട് ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരും. ആ ചൂടാകുന്ന നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര സവാളയാണോ ആവശ്യം അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വയന്ന് വരുന്നത് വരെ ഇട്ടേക്കണം. അതിനുശേഷം അപ്പോൾ അത് നല്ലപോലെ വയന്ന് വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഇപ്പം വേറൊരു കളറാവും. അത് ഈ ഒരു കളറായതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് ഇത് ചതച്ചതാണ് അതിട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം 2 പച്ചമുളകാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ശേഷം പിന്നെ കുറച്ച് തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുത്ത് അപ്പോൾ ആ തക്കാളിയിൽ നിന്ന് അതിൻ്റെ ജ്യൂസ് ഇറങ്ങിയിട്ട് നല്ലപോലെ അത് വെന്ത് വരും. വന്നതിന് ശേഷം മസാല ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടി. എനിക്ക് മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കും. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം അത് നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടും. അതും കൂടി അതിനോട് ചേർന്ന് അതിന് ശേഷം നമ്മൾ ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ നല്ലപോലെ അതിനകത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ചിക്കൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അതിനകത്തോട്ട്. അപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് നല്ല കുറച്ച് വെള്ളവും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് മല്ലിയിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ച് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.